നാളെ വൈശാഖ പൗർണമി. മേടമാസത്തിലെ പൗർണമി വൈശാഖ പൗർണമി എന്നും ചിത്ര പൗർണമി എന്നും പറയുവാൻ കാരണം ചിത്രഗുപ്തർ അവതരിച്ച ദിവസമാണിതെന്നും അദ്ദേഹത്തിന്റെ വിവാഹം നടന്ന ദിവസമാണെന്നും കഥകളുണ്ട്. നമ്മുടെ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഭൂമിയിലെ ഓരോ വ്യക്തികളുടെയും പാപങ്ങളും പുണ്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന ദേവനാണ് ചിത്രഗുപ്തൻ. ചിത്രഗുപ്തന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നത് ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ച 17ാമത്തെ മാനസപുത്രനാണ് എന്നാണ്. ചിത്രഗുപ്തർ അവതരിച്ച ദിവസം ഈ ഒരു ചിത്ര പൗർണമി ആയതിനാൽ നമ്മുടെ കർമ്മഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഈ ദിവസത്തെ പ്രാർത്ഥനകളും വഴിപാടും പൂജകളുമൊക്കെ നമുക്ക് സഹായകരമാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ തരത്തിലുമുള്ള ദാനധർമ്മങ്ങളാണെങ്കിലും വഴിപാടുകളാണെങ്കിലും ചിത്രഗുപ്തരെ സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യും. ഈ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദിവസം നമ്മളൊരു നാമം 108 തവണ ചൊല്ലേണ്ടതുണ്ട്. നാമം ഇതാണ്: ഓം ഹ്രീം നമ. ഏതൊരു പൗർണമിയാണെങ്കിലും ആ ദിവസം ചന്ദ്രൻ ഉദിച്ചു കഴിയുമ്പോൾ ചന്ദ്രനെ നോക്കിയിരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് വളരെ നല്ല ഫലമാണ് ലഭിക്കുന്നത്. ഈ ദിവസം ചന്ദ്രനെ നോക്കിയിരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റിത്തരും. രോഗങ്ങളുള്ളവരാണെങ്കിൽ ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചതിനു ശേഷം ചന്ദ്രനെ നോക്കി പ്രാർത്ഥിച്ച് മരുന്ന് കഴിക്കുന്നത് രോഗം പെട്ടെന്ന് മാറുവാൻ സഹായിക്കും. അതുപോലെ തന്നെ കുടുംബദേവതയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനും കുടുംബക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് ചന്ദ്ര പൊങ്കാലയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുലദൈവ ശാപമോ ദോഷമോ എല്ലാം മാറിക്കിട്ടും. ഈ ദിവസം ചന്ദ്രനെ നോക്കി ചൊല്ലുന്ന നാമങ്ങൾക്ക് 1000 ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. പീരിയഡ്സ് ആണെങ്കിലും പുലവാലായ്മയാണെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുപ്പി വെള്ളം കയ്യിൽ വെച്ച് നമ്മുടെ ആഗ്രഹം എന്താണോ പ്രാർത്ഥിക്കുക. ഒരു 5 മിനിറ്റ് ചന്ദ്രന്റെ നിലാവ് നമ്മുടെ ശരീരത്ത് പതിക്കേണ്ട രീതിയിൽ ഇരിക്കുക. ശേഷം ആഗ്രഹ സാധ്യത്തിനായി പ്രാർത്ഥിക്കുക. അതിനുശേഷം ആ കുപ്പി വെള്ളം നല്ലപോലെ അടച്ച് ചന്ദ്രകിരണങ്ങൾ ഏൽക്കാൻ വേണ്ടി വയ്ക്കാവുന്നതാണ്. അന്ന് രാത്രി മുഴുവൻ ആ കുപ്പി അവിടെ അടച്ച് വെക്കണം. കാരണം പിറ്റേ ദിവസം ആ വെള്ളം കുടിക്കേണ്ടതാണ്. അടുത്ത ദിവസം വെളുപ്പിന് ഒരു 5:30 വെള്ളം അകത്തേക്ക് എടുക്കണം. സൂര്യകിരണങ്ങൾ ഏറ്റുകഴിഞ്ഞാൽ ചന്ദ്രകിരണങ്ങളുടെ ശക്തി കുറഞ്ഞു പോകും. കുടുംബത്തിന്റെ ആഗ്രഹമാണ് പ്രാർത്ഥിച്ചതെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആ വെള്ളം കുടിക്കാൻ കൊടുക്കാം. അല്ല നമ്മുടെ മാത്രം ആഗ്രഹമാണെങ്കിൽ ആരാണോ പ്രാർത്ഥിച്ച് വെള്ളം വെച്ചത് അയാൾ മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. നാളത്തെ പൗർണമിയിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യുക. എല്ലാ പൗർണമികൾക്കും പ്രത്യേകതകളുണ്ടെങ്കിലും ഈ പൗർണമിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന ദാനത്തിന് എന്തായാലും നമുക്ക് പുണ്യം ലഭിക്കും.